Hello everyone, welcome back to the channel. Today we are going to learn two very important modal verbs in English, can and could. So let's start. Can എവിടേക്കാണ് യൂസ് ചെയ്യുക? First, present ability. We use can when we talk about something we are able to do now in the present. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാൻ can യൂസ് ചെയ്യാം. I can drive. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. She can swim. അവൾക്ക് നീന്താൻ കഴിയും. They can play the guitar. അവർക്ക് ഗിത്താർ വായിക്കാൻ അറിയും. ഇതൊക്കെ ഇൻ ദി പ്രസന്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് can യൂസ് ചെയ്യാം. സെക്കൻഡ് യൂസേജ് പെർമിഷൻ. യൂസ് ടു ആസ്ക് ഫോർ പെർമിഷൻ ഇൻ എ കാഷ്വൽ വേ. ഫ്രണ്ട്ലി ഓർ എവറിഡേ സ്പീച്ചിൽ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് can യൂസ് ചെയ്യാം. Can I go out? ഞാൻ പുറത്തു പോകട്ടെ. Can I sit here? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. Can I come in? ഞാൻ അകത്ത് കയറിക്കോട്ടെ. സോ ഇങ്ങനെ പെർമിഷൻ ചോദിക്കാനും can യൂസ് ചെയ്യാം. തേർഡ് വൺ, പോസിബിലിറ്റി. നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയാൻ can യൂസ് ചെയ്യാം. സംതിങ് ഈസ് പോസിബിൾ ഇൻ ജനറൽ, കോമൺലി, യൂഷ്വലി ഓർ നാച്ചുറലി. അതായത് എനിവൺ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. ആർക്കും പിഴവുകൾ വരാം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആർക്കും വേണമെങ്കിലും തെറ്റുപറ്റാം. പീപ്പിൾ ക്യാൻ ഗെറ്റ് സിക്ക് ഇഫ് ദേ ഡോണ്ട് ഡ്രിങ്ക് ക്ലീൻ വാട്ടർ. നല്ല വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ആളുകൾക്ക് രോഗം വരാം. ഹെവി റെയിൻ ക്യാൻ കോസ് ഫ്ലഡ്സ്. അധികം മഴ പെയ്ത വെള്ളപ്പൊക്കം ഉണ്ടാവും. സോ ഇതൊക്കെ എന്താണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് സാധ്യമാണ്, സാധാരണയായി സംഭവിക്കും, സംഭവിക്കാം. ഇങ്ങനത്തെ സെന്റൻസുകളിലും can യൂസ് ചെയ്യാം. നെക്സ്റ്റ് യൂസേജ് നോക്കാം. റിക്വസ്റ്റ്. ടു മേക്ക് ഇൻഫോർമൽ ഫ്രണ്ട്ലി റിക്വസ്റ്റ്. സിമ്പിൾ, കാഷ്വൽ, ഫ്രണ്ട്ലി വേയിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചോദിക്കാനും അതുപോലെ റിക്വസ്റ്റ് ചോദിക്കാനൊക്കെ can യൂസ് ചെയ്യാം. Can you help me? നിങ്ങൾ എന്നെ സഹായിക്കുമോ? Can you open the window? Can you give me your pen? Can you speak slowly? So ഇവിടെ നമുക്ക് can യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഓഫേഴ്സ്. Can is used to offer help in a friendly way. ഫ്രണ്ട്ലി ആയ രീതിയിൽ കാഷ്വൽ ആയിട്ടൊക്കെ ഹെൽപ്പ് ഓഫർ ചെയ്യാനും can യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരട്ടെ. Can I get you some water? നിങ്ങൾക്കായി വാതിൽ തുറക്കട്ടെ. Can I open the door for you? നിങ്ങളുടെ ബാഗ് ഞാൻ കൊണ്ടുതരട്ടെ. Can I carry your bag? ഇത് കൂടുതൽ ആവശ്യം വരിക സോപ്പ് ഇടുമ്പോഴാണല്ലേ. ഇപ്പോൾ വീട്ടിൽ നിന്ന് ട്രിപ്പ് പോകാൻ സമ്മതിക്കാതിരിക്കുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ നമുക്കിത് അധികം ആവശ്യം വരിക. ഞാൻ ഇത് ചെയ്തു തരാം, ഞാൻ അത് ചെയ്തു തരാം അല്ലേ. ഓക്കെ, can എവിടേക്ക് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്? പ്രസന്റബിലിറ്റി, ദെൻ പെർമിഷൻ, പോസിബിലിറ്റി, റിക്വസ്റ്റ്, ഓഫേഴ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം could. could എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? പാസ്റ്റ് എബിലിറ്റി. യൂസ് could ടു ടോക്ക് അബൌട്ട് എബിലിറ്റീസ് someone had in the past. ചൈൽഡ്ഹുഡ്, സ്കൂൾ ഡേയ്സിൽ ഓർ ഏർലിയർ ലൈഫിൽ അങ്ങനെയൊക്കെ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാത്ത കഴിവിനെ കുറിച്ച് പറയാൻ നമുക്ക് could യൂസ് ചെയ്യാം. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. സോ പണ്ട് ചെയ്യാൻ പറ്റിയിരുന്നു, എന്നാൽ ഇപ്പോൾ ഇൻ ദ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ പറയാം? When I was a child, I could swim. അവന് ചെറുപ്പത്തിൽ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു. He could run very fast when he was young. Next, polite request. To ask for something politely. It sounds softer, more respectful than can. റിക്വസ്റ്റിൽ can യൂസ് ചെയ്യുന്നു പറഞ്ഞു. ബട്ട് ഇവിടെ കുറച്ചും കൂടി ക്യാനെക്കാട്ടിലും റെസ്പെക്ട്ഫുൾ ആയിട്ടും അതുപോലെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടി could യൂസ് ചെയ്യാം. Could you open the door? വാതിൽ തുറന്നു തരാമോ? ക്യാനിന്റെ അവിടെ നമ്മൾ ഒന്നും കൂടി ഫ്രണ്ട്ലി ആയിട്ട് ഇൻഫോർമൽ ആയിട്ടാണ് റിക്വസ്റ്റിൽ യൂസ് ചെയ്തത്. ബട്ട് ഇവിടെ കുറച്ചും കൂടി ഒന്ന് പൊളൈറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. Could you give me a pen? ഒരു പേന തരാമോ? Could you speak slowly? പതിയെ സംസാരിക്കാമോ? ക്യാനിലും can you speak slowly എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുമ്പോൾ കാഷ്വൽ ആയിട്ട് പറയുമ്പോഴാണ് യൂസ് ചെയ്യുക. ഇവിടെ ഒന്നും കൂടി പൊളൈറ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ could യൂസ് ചെയ്യണം. ദെൻ പോസിബിലിറ്റി. We use could to talk about something that is possible but not sure. നടക്കാൻ സാധ്യതയുണ്ട് ഓർ സംഭവിക്കാം പക്ഷെ ഉറപ്പില്ല. It could rain today. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പെയ്യും, ചിലപ്പോൾ പെയ്യില്ല. രണ്ടിനും ചാൻസ് ഉണ്ട്. ക്യാനിൽ പറഞ്ഞിട്ടുള്ള പോസിബിലിറ്റി കുറച്ചും കൂടി ഉറപ്പുണ്ട്. ബട്ട് കുഡിലെ പോസിബിലിറ്റിക്ക് അത്ര ഷുവർ അല്ല. ഓക്കെ, നോട്ട് ഷുവർ. ദിസ് പ്ലാൻ കുഡ് വർക്ക്. ഈ പ്ലാൻ വിജയിക്കാം, വിജയിക്കാം, വിജയിക്കാതിരിക്കാം. Then they could win the match. അവർ മത്സരം ജയിക്കാം, ജയിക്കാതിരിക്കാം. Then next, suggestion. Use could to give a mild, polite suggestion. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സജഷൻ കൊടുക്കാൻ could യൂസ് ചെയ്യാം. You could try again. ഒന്നുകൂടി ശ്രമിക്കൂ. You could try a different method. വേറെ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കൂ. അങ്ങനെ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള സജഷൻ കൊടുക്കാൻ
കുഡ് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഹൈപ്പത്തറ്റിക്കൽ ഓർ അൺറിയൽ സിറ്റുവേഷൻ. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറയാനും കുഡ് യൂസ് ചെയ്യാം. നമ്മൾ ബീച്ചിനടുത്ത് താമസിച്ചിരുന്നെങ്കിൽ ദിവസവും നീന്താൻ പോകുമായിരുന്നു. ഇഫ് വി ലിവ് നിയർ ദി ബീച്ച് വി കുഡ് ഗോ സ്വിമ്മിങ് എവറി ഡേ. എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു. ഐ കുഡ് ഹെൽപ്പ് യു ഇഫ് ഐ വർ ഫ്രീ. സോ ഇതുപോലെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാനും നമുക്ക് കുഡ് യൂസ് ചെയ്യാം. നമ്മൾ കുഡ് എവിടേക്ക് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് പാസ്റ്റ് എബിലിറ്റി, അതായത് വൺസ് ഏബിൾ, ഒരിക്കൽ പറ്റുമായിരുന്നു ഇപ്പോൾ പറ്റില്ല. സെക്കൻഡ് വൺ പൊളൈറ്റ് റിക്വസ്റ്റ്, തേർഡ് വൺ പോസിബിലിറ്റീസ്, ഫോർത്ത് വൺ സജഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഹൈപ്പത്തറ്റിക്കൽ ഓർ അൺറിയൽ സിറ്റുവേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.